ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിലെ വിള്ളലിനിടയിൽ കനേഡിയൻ പാർലമെന്റിൽ ഓണം ആഘോഷിച്ച മലയാളികൾ. ഇത് രണ്ടാം വർഷമാണ് കനേഡിയൻ പാർലമെന്റിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. നയതന്ത്ര ബന്ധം ഇത്രയും ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും മന്ത്രിമാരടക്കമുള്ള കനേഡിയൻ പാർലമെന്റ് അംഗങ്ങളും പരിപാടിക്കെത്തിയെന്നതും ശ്രദ്ധേയമായി. കാനഡയുടെ വിവിധ മേഖലകളിൽ ഉള്ള 80-ലേറെ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഇത്തവണത്തെ ഓണാഘോഷം പാർലമെന്റിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ കാനഡയിലെ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് ഇൻഡോ കനേഡിയൻ സമൂഹത്തിന്റെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ട്രഷറി ബോർഡ് പ്രസിഡന്റ് അനിത ആനന്ദ്, ഫെഡറൽ മന്ത്രിമാരായ കമൽ ഖേര, ജന സെഡ്, കേരളത്തിൽ കുടുംബപേരുള്ള യൂക്കോൺ പ്രീമിയർ രഞ്ജ് പിള്ള എന്നിവരും ആതിഥേയനായ മൈക്കിൾ ബാരറ്റ് ഉൾപ്പെടെ 10ഓളം പാർലമെന്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കി നിർത്തിയായിരുന്നു എല്ലാവരും ചടങ്ങിൽ സംസാരിച്ചത്. മലയാളിയുടെ ഓണം മാത്രമാണ് ഏക സെക്കുലറും ഏക നോൺ റിലീജിയസ് ആയ ആഘോഷം. ഇൻഡോ കനേഡിയൻ കൌൺസിൽ ഫോർ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 600-ലേറെ ആളുകളാണ് കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. വിവിധ അസോസിയേഷനുകൾ അവതരിപ്പിച്ച കലാപരിപാടികളും ചെണ്ടമേളവും പരിപാടികൾക്ക് മിഴിവേകി. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.